ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് സാരി ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് 1/4 മീറ്റർ തുണിയാണ്. ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. 2.25 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കട്ട് പീസിനോടും തയ്ച്ചെടുക്കാവുന്നതാണ്. ആദ്യം ലൈനിങ് എടുത്ത് അതിലോട്ടാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷമാണ് നല്ല തുണിയിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ലൈനിങ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു പേപ്പറിൽ ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്താൽ മതി. അത് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടിയാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കിൽ 1.5 ഇഞ്ചും ബാക്കി 4.5 ഇഞ്ച് ഫ്രണ്ട് നെക്കിലും കൂടിയിട്ടുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഷോൾഡറിനായി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം വേസ്റ്റിൻ്റെ അളവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് ലെങ്ത്തിൻ്റെ അവിടുന്ന് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെസ്റ്റിൻ്റെ അളവാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. മുകളിലെടുത്ത 1.5 ഇഞ്ചിൽ നിന്ന് ഈ 2.5 ഇഞ്ചിലോട്ടൊന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഷോൾഡറിൽ നിന്ന് ബാക്ക് വരുന്ന ഭാഗം വരെ ഈ ഒരു ചെസ്റ്റിൻ്റെ അളവ് തൊട്ടൊന്ന് കേർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഇതൊന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ വരയ്ക്കുന്നത് നമ്മുടെ ആമോളിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ നമ്മളിവിടെ മൊത്തമായി വരച്ചതിൻ്റെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസ് നമുക്ക് നല്ല തുണിയിലേക്ക് വെച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് ഒന്ന് സീം അലവൻസ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇതുപോലെ ഒരു ഹാങ്ങിങ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇതുപോലെ ഉള്ളിലാക്കി വെച്ച് കൊടുത്തിട്ടാണ് തയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ഡോറിയാണ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം തയ്ച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് തയ്ച്ചാൽ മതിയാവും. മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ഉള്ളിലാക്കി വെച്ചിട്ടാണ് ഇതുപോലെ തയ്ച്ചെടുക്കുന്നത്. പിന്നെ ഒരു സൈഡ് മാത്രം ഒന്ന് വിട്ടുകൊടുത്ത് ബാക്കി എല്ലായിടത്തും ഒരു 1/4 ഇഞ്ച് നമുക്ക് മൊത്തത്തിലൊന്ന് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്ത ഭാഗം മുഴുവനും സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ ഈ തയ്ച്ചെടുത്ത ഭാഗത്തിൻ്റെ മുകളിലെ അരികിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് മൊത്തത്തിലൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു വിട്ട ഭാഗം 1/2 ഇഞ്ച് ഒന്ന് ഉള്ളിലാക്കി കൊടുത്ത് ഇതിന് മുകളിൽ കൂടി തയ്ച്ചെടുക്കാം. മുഴുവനായി അരികിൽ കൂടി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൗസിന് വെക്കുന്ന ഊക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് കംപ്ലീറ്റായി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കി അഭിപ്രായം അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.